ഈ താറിൽ ഇന്നലെ നടന്ന തീപിടുത്തം അത് ദുരൂഹമാണെന്ന് ഈ രജിത്തിന്റെയും അംബികയുടെയും ബന്ധുക്കൾ പറയുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആരുമില്ല. ഇന്നലെ പ്രതിഷേധങ്ങളൊക്കെ അവസാനിച്ചത് രാത്രി 9:30-10 മണിയോടുകൂടിയാണ്. കിളിമാനൂർ പോലീസ് സ്റ്റേഷന്റെ കസ്റ്റഡിയിലുള്ള ഒരു വാഹനമാണിത്. ഈ വാഹനം റോഡ് സൈഡിൽ നിന്ന് കത്താനുള്ള ശ്രമം നടത്തണമെങ്കിൽ, കത്തിക്കണമെങ്കിൽ അതിനകത്ത് ആര് എഫോർട്ട് ഇട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ബന്ധുക്കൾ ചോദിക്കുന്നത്. ഈ തെളിവ് നശിപ്പിക്കലൊക്കെ കേരള പോലീസ് മുൻപ് നടത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടുള്ളതാണ്. ചേട്ടാ, ഇത് രജിത്തിന്റെ ബന്ധുവാണ്. ഇത് എന്താ ഈ ജീപ്പ് കത്തിയത് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇതുണ്ടോ? ജീപ്പ് കത്തിയത് ഇന്നലെ രാത്രി എന്തായാലും 10 മണിക്ക് ശേഷമാണ് ഇത് കത്തുന്നത്. 10 മണിക്ക് നമ്മൾ രജിത്തിന്റെ കൂട്ടുകാർ അവിടെ പോയിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കൊന്നും ഇങ്ങനെ ഈ സംഭവം ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കാണ് ഈ വണ്ടി ഇങ്ങനെ ഒരു കളറായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ വന്ന് നോക്കിയപ്പോൾ വണ്ടി കത്തിച്ചിട്ടുണ്ട്. CI അടുത്ത് പോയി ചോദിച്ചു, ഈ വണ്ടി കത്തിച്ചത് എങ്ങനെയാണ്? CI പറഞ്ഞ മറുപടി നമ്മളെ വാർഡ് മെമ്പറും അഡ്വക്കേറ്റും കൂടിയ സിജിമോള് അവരാണ് ചോദിച്ചത്. CI പറഞ്ഞു എനിക്കറിയത്തില്ല എന്നാണ് CI പറഞ്ഞ മറുപടി. പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് താഴെ കിടന്ന വണ്ടി കത്തിച്ച പോലീസിന് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അതിലെന്ത് ന്യായമുള്ളത്? അശ്മി, അതാണ് ചോദ്യം. ബന്ധുവായിട്ടുള്ള ഇദ്ദേഹം ചോദിച്ച ചോദ്യം തന്നെയാണ്. പോലീസിന്റെ കസ്റ്റഡിയിലുള്ള വണ്ടിയാണ്. ആ വണ്ടി നിന്ന് കത്തിയെങ്കിൽ, അവരുടെ കസ്റ്റഡിയിൽ കിടന്ന് കത്തിയതെങ്കിൽ പോലീസിന് ഒരു ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. മാത്രവുമല്ല, ഈ ജയൻ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഏതൊക്കെ ആരോപണങ്ങളിൽ പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ചുമ്മാ നിന്ന് കത്തില്ല. എന്തായാലും പ്രതിഷേധക്കാർ വിടില്ല. അവർ പോയിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞിരുന്നു. ചുമ്മാ നിന്നൊരു വാഹനം കത്തില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ പ്രതികളെ സംരക്ഷിക്കാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അത് വിശദീകരിക്കേണ്ടത് റൂറൽ SP തന്നെയാണ്. റൂറൽ പോലീസും സംസ്ഥാന പോലീസ് മേധാവിയും ഒക്കെ വിശദീകരിക്കേണ്ട വിഷയമാണ്. എന്തായാലും നമുക്ക് ഇതാണ്, ഈ വാഹനമാണ് നമ്മൾ തൊടുന്നില്ല. കാരണം പല ന്യായങ്ങൾ പോലീസ് പിന്നീട് പറയാം. അതുകൊണ്ട് നമ്മൾ തൊടുന്നില്ല. പോലീസ് തൊട്ടതൊക്കെ നമ്മൾ കണ്ടു ഇക്കാര്യത്തിൽ. പിന്നെ രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വാഹനം ഉണ്ടാക്കിയ അപകടത്തിന്റെ ഒരു ആഘാതം ഞാൻ കണ്ടതാണ്. ഏതാണ്ട് മൊത്തം ടയറും പൊട്ടിയ അവസ്ഥയിലാണ്. ഈ പൊട്ടിയ ടയറുമായിട്ടാണ് ഏതാണ്ട് 7-8 കിലോമീറ്റർ ഈ വണ്ടി ഓടിച്ച ആൾ ഇതും വലിച്ചുകൊണ്ട് പോയത്. അതിനുശേഷം ഒരു ഗ്രൗണ്ടിലേക്ക് ഒതുക്കി രക്ഷപ്പെടാനുള്ള നീക്കം നടത്തിയിട്ടുണ്ട്. ഇത്രമാത്രം വലിയ ഹിമാലയൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, തുടക്കം മുതൽ കേസിലെ റൈറ്റർ എഴുന്നേൽ കാണിക്കുന്ന ഉടായ്പ മുതൽ ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ കള്ളത്തരങ്ങൾ മുതൽ ഈ ജീപ്പ് ദുരൂഹമായി പെട്ടെന്ന് മൊത്തം കത്തിപ്പോകാൻ നോക്കുന്നത് മുതൽ രക്ഷിക്കാനുള്ളത് ഏതോ വമ്പൻ സ്രാവുകളെയാണല്ലോ അപ്പോൾ ഷഫീദ്. അല്ലെങ്കിൽ ഇമാതിരിയുള്ള ശ്രമങ്ങൾ നടത്തേണ്ട കാര്യമുണ്ടോ? അശ്മി, ഉറപ്പായിട്ടും. കാരണം ഞാൻ നേരത്തെ ആവർത്തിച്ച് ഞാൻ പറയുന്നു, കിളിമാനൂർ പോലീസിനെ കുറിച്ച് ചെറുതൊന്നുമല്ല ആരോപണം. കാരണം നമ്മളിവിടെ മാധ്യമപ്രവർത്തനം തുടങ്ങിയിട്ട് കുറെ നാളെ. അപ്പോൾ സ്വാഭാവികമായും ഈ പോലീസ് സ്റ്റേഷനെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ ഒന്നടങ്കം ഒരു പോലീസ് സ്റ്റേഷനെ മൊത്തം നമ്മൾ അടിച്ചാക്ഷേപിക്കുന്നതല്ല. പക്ഷേ തൊട്ടപ്പുറത്തേക്ക്, ഇവിടെ ഏതാണ്ട് 16 കിലോമീറ്റർ മാത്രം അപ്പുറമുള്ള മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ രാത്രി മുഴുവൻ സ്വീപ്പർ ഒഴികെ മുഴുവൻ പോലീസുകാരെയും മാറ്റേണ്ട ഗതികേടുണ്ടായത് കേരള പോലീസിന് തന്നെയാണ്. അതായത് ബന്ധുക്കൾ ഇതെങ്ങനെ കത്തിയെന്ന്, ജീപ്പ് എങ്ങനെ കത്തിയെന്ന് ബന്ധുക്കൾ രജിത്തിന്റെയും അംബികയുടെയും, അതായത് 2 ജീവൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ CI രാഷ്ട്രത്തിൽ അങ്ങ് പറയുക, അത് എങ്ങനെ കത്തിയെന്ന് എനിക്കറിയില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് ഇവരുടെ കസ്റ്റഡിയിൽ വാഹനം കിടക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായ ഒരു കസ്റ്റഡിയിലെടുക്കുന്ന ഒരു വസ്തു, ഒരു ഒബ്ജക്ട്, അതിനാരാണ് ഉത്തരവാദിത്തം പറയുക എന്നൊക്കെയുള്ള സ്വാഭാവിക ചോദ്യം ഉയരും. അത് തന്നെയാണ് വൈകാരികമായി പ്രതിഷേധത്തിലേക്ക് ബന്ധുക്കളെ തള്ളിവിട്ടത്. കാരണം 4-ാം തീയതി നടക്കുന്ന ഒരു സംഭവം, അത് ക്രൂരമായ ഒരു സംഭവം, അത് ബോധപൂർവമാണ് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. കാരണം സാധാരണ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, റോഡിൽ അപകടമുണ്ടായി മദ്യപിച്ച ആളുകളാണ് വാഹനവും എടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമം നടക്കുന്നു. ആ ശ്രമത്തിന് ശേഷം 4-ാം തീയതിയാണ് കേരള പോലീസാണ്, റൂറൽ പോലീസാണ്, സംസ്ഥാന പോലീസ് മേധാവിയൊക്കെ വലിയ രീതിയിൽ എല്ലാ കാലത്തും ഇങ്ങനെ കടന്ന് പോലീസുകാരോട് പൊതുജനോട് മാന്യമായി പെരുമാറണം, കുറ്റങ്ങൾ തെളിയിക്കണമെന്നൊക്കെ പറയുന്ന ആളുകളാണ്. അവിടെയാണ് ഈ തരത്തിലുള്ള ചില കാര്യങ്ങൾ, ചില ഇന്റർഫിയറൻസ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്നുള്ളതാണ്. തെളിവ് നശിപ്പിക്കാൻ ശ്രമമെന്ന് ബന്ധുക്കളുടെ ആരോപണം. നമുക്കറിയില്ല അതാരാണ് കത്തിച്ചത്. പക്ഷേ ബന്ധുക്കൾ അവിടുത്തെ SHO എന്താണ് ഭയങ്കര കൃത്യനിർവഹണം നടന്ന ആളാണ്. ഒരു സ്വകാര്യ ബസ് ഡ്രൈവർ പാമ്പിടിച്ചവൻ, അർജുൻ കുമാർ പാമ്പിടിച്ചവനെ പിടിച്ചുകൊണ്ട് പോയി ദേഹമാസോലെ ഊടുപാട് ഇടിച്ച് വണ്ടിയിലിട്ടിച്ച് കരഞ്ഞപ്പോൾ വായിൽ ടവൽ കുത്തുകയറ്റി എന്നൊക്കെയുള്ള അപ്പോൾ SHO കൃത്യനിർവഹണം അറിയാവുന്ന ആളാണ്, ജോലി അറിയാവുന്ന ആളാണ്. അപ്പോൾ ആ ജോലി അറിയാവുന്ന SHOയുടെ കീഴിലാണ് തൊണ്ടി മുതലായ ഒരു ധാർ കത്തിപ്പോന്നേ അല്ലേ? അശ്മി, ഉറപ്പായിട്ടും അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വർക്കല DYSP എത്തി എങ്ങനെയെങ്കിലും ഈ പ്രതിഷേധം അവസാനിപ്പിക്കണം, ഈ മൃതദേഹവുമായി ബന്ധുക്കൾ പോകണം എന്നൊക്കെ ഒരു ഇതിന്റെ പുറത്തായിരിക്കാം വർക്കല DYSP ഈ പ്രതിഷേധം തുടങ്ങി 1 മണിക്കൂറിൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അകത്ത് പോലീസ് സ്റ്റേഷന്റെ അകത്ത് ബന്ധുക്കളുമായി ചർച്ച നടത്തുകയാണ്. അവർക്ക് വേണ്ട കാര്യം, അതായത് വളരെ ന്യായമാണ്. കാരണം സാധാരണ, അശ്വി നേരത്തെ ചോദിച്ചല്ലോ, ഇത് എങ്ങനെയാണ് ഈ പോലീസിന് ഇത്തരം ധൈര്യം വരുന്നതെന്ന്. സാധാരണ മനുഷ്യരാണ്, അവർ പ്രതികരിക്കില്ല എന്നൊക്കെയുള്ള തോന്നൽ പോലീസിനുണ്ടാകാം. അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെ ഈ രീതിയിൽ ദിവസങ്ങൾ വൈകി നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്യും, ഞങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പിടിക്കും, ഇല്ല പിടിക്കില്ല എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലേക്കും എന്നുള്ള നടപടിയിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ദുഃഖകരമാണ്, അതീവ ദുഃഖകരമാണ് ഈ സംഭവം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് കിളിമാനൂരിൽ രജിത്ത് അംബിക ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ വലിയ ദുരൂഹതയുണ്ട് എന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. അത് കേവലം ആരോപണമാണെന്ന് കരുതാൻ കഴിയില്ല.
ദുരൂഹ സാഹചര്യത്തിൽ പിടിച്ചിട്ട വണ്ടി പോലീസ് കസ്റ്റഡിയിലിരിക്കെ ചുമ്മാ കത്തിപ്പോകാൻ നോക്കുന്നതടക്കം തുടക്കം മുതൽ പറഞ്ഞ കാര്യങ്ങളിലടക്കം ആരെയോ രണ്ടുപേരെ ഉന്നതരെ രക്ഷിക്കാനുള്ള നീക്കം അവിടെ കാര്യക്ഷമമായി നടക്കുന്നു. അതിന് പോലീസുകാരുടെ അടക്കം വലിയ ഒത്താശയുണ്ട് എന്നതാണ് നാട്ടുകാരുടെ ആരോപണം, നാട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ ആരോപണം. അങ്ങനെ അവർക്ക് സംശയിക്കാൻ 100% സംശയിക്കാൻ ബലപ്പെട്ട ചില കാരണങ്ങൾ അവർക്ക് അവരുടേതായ ബോധ്യങ്ങളായി ഉണ്ട് താനും. എന്തായാലും എന്താണ് ദുരൂഹത എന്ന കാര്യം പുറത്തു വരട്ടെ. അവിടെ വലിയ പ്രതിഷേധം നടക്കാൻ രഞ്ജിത്തിന്റെ മൃതദേഹം വെച്ചുകൊണ്ടാണ് അവിടെ പ്രതിഷേധം. എങ്ങനെയെങ്കിലും ആ പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച നീക്കങ്ങൾ, ശ്രമങ്ങൾ, പ്രത്യേകിച്ച് 24 വാർത്ത കൂടി പുറത്തുവിടുമ്പോൾ ആ ശ്രമങ്ങൾ അവിടെ തുടരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.